ഹലോ, ഇന്ന് കോൺ ഷെഡിലെ വിശേഷങ്ങൾ അറിയാം. കോൺ വിത്ത് വാങ്ങിയതിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ കാണാട്ടോ. അപ്പോൾ ഇതാണ് കോൺ വിത്ത് വാങ്ങിയത്. 20 പാക്കറ്റാണ് വാങ്ങിയത്. ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ പരിചയപ്പെട്ട ഒരു ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ. ഇത് KVK പട്ടാമ്പിയിൽ നിന്ന് വാങ്ങിയതാണ്. ഫസ്റ്റ് 15 പാക്കറ്റ് വാങ്ങിയതാണ്. 4 പാക്കറ്റായിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നു. ഇത് ചോളത്തിലുണ്ടാക്കിയ വിത്താണ്. ചോളത്തിൽ വേഗം കംപ്ലൈൻറ്റ് വരും എന്നൊക്കെ കേൾക്കാം. അങ്ങനെ പിന്നെ വിത്ത് കിട്ടാതായി. മണ്ണൂത്തിക്കൊക്കെ വിളിച്ചപ്പോൾ 2 ആഴ്ച കഴിയണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ട്രെയിനിങ്ങിന് പോയ ഏട്ടൻ്റെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ അവർ വാങ്ങി വെച്ച മണ്ണൂത്തി തന്നെ വിത്ത് ഒരു 20 പാക്കറ്റ് വാങ്ങി പോരുകയാണ് കേട്ടോ ഉണ്ടായത്. ഇത്രയും പാക്കറ്റ് കംപ്ലൈൻ്റ് ഉള്ളതാട്ടോ. അപ്പോൾ അത് അവർക്ക് വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു കൊണ്ടുവരാൻ. മാനേജർ അവിടെ ഇല്ല, വിത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയിട്ടില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാരണം എടുത്ത് വെച്ചിറക്കുക. പിന്നെ ഇത് അവിടെയുള്ള ചേച്ചി മഞ്ഞ ബാധിച്ചെന്ന് ഈ പാക്കിന്. അങ്ങനെ ഫ്രീ ആയി തന്നത്. 24ത്തേണ്, പഴക്കമുണ്ട്. അതങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ കംപ്ലൈൻറ്റ് വരുമെന്നുള്ള പേടിയിൽ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മഞ്ഞ വന്നതാണ്. ബ്ലാക്ക് ആണെങ്കിലാണ് ബെഡ് മൊത്തത്തിൽ പ്രശ്നം. ഈ ഡ്രമ്മിൽ രാത്രി വൈക്കോല് വെള്ളത്തിലിട്ട് വയ്ക്കും. 100 ലിറ്റർ വെള്ളത്തിൽ വൈക്കോല് കുതിർത്തി വയ്ക്കും കേട്ടോ. പിന്നെ രാവിലെ എടുത്തിട്ട് ആവി കയറ്റലാണ്. അപ്പോൾ വൈക്കോല് ആവി കയറ്റിയാണ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓർഗാനിക് രീതിയിലാണ് കോണുണ്ടാക്കാൻ വിചാരിച്ചത്. ഡ്രമ്മിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യൽ വൈക്കോല്. ഇപ്പോൾ കത്തിച്ച് തീർന്നതാണ്. ഇതങ്ങനെ ആവി വെള്ളം ഒറ്റുണ്ട്, ആവി കയറിയതാ. ഇന്നിവിടെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പുഴുങ്ങിയെടുത്ത് വൈക്കോല്. ഇനി അതിലാവിയൊക്കെ പോയി തണുത്തതിന് ശേഷം ബെഡ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത വൈക്കോൽ കൊണ്ട് ബെഡ് ഉണ്ടാക്കിയതാട്ടോ. ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇരുട്ട് റൂം ഇല്ല. അപ്പോൾ തൽക്കാലം ഈ കോണിക്കൂടിൻ്റെ ചോട്ടിൽ വെച്ചതാണ്. ഇതാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബെഡ് ഉണ്ടാക്കുന്നത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. ഇത് വൈക്കോല് എന്താ പറയുക, ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപയുടെ വാഷിംഗ് മെഷീൻ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് വെള്ളം വാർന്ന് കിട്ടും. ഇത് പിന്നെ ഷെഡിൽ കൂളിങ്ങിന് വേണ്ടിയിട്ടേ ഹണി പാഡ് വെച്ചതാണ്. വെള്ളത്തിൻ്റെ ഒക്കെ പരിപാടി ഏട്ടനാണ് എടുത്തത്. തട്ടിക്കൂട്ടി ചെയ്തു. പിന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി കവർ ചെയ്യണം. അപ്പോൾ ഇതിലൂടെ ആ പച്ച പൈപ്പിലൂടെ വെള്ളം അങ്ങനെ വന്ന് ഈ ഹണി പാഡ് നനഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ വെള്ളം ഇവിടെ ഈ പാത്രത്തിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെള്ളം വരും. ഇവിടെ നിന്ന് ഈ മോട്ടർ വഴി മേലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ചൂട് കാരണേ, മേലെ ഷീറ്റല്ലേ, അങ്ങനെ വെച്ചതാണ്. ഷെഡ് ആദ്യം കമ്പിയിട്ട് വെച്ചു, കമ്പി വല കൊണ്ട് വെച്ചു. പിന്നെ ഈ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തു, പ്രാണികളൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചൂട് കുറയാൻ വേണ്ടിയിട്ട് സുപ്രീമിൻ്റെ ഒരു സംഭവമാണ് ഇത് വെച്ചാൽ ചൂട് കുറയുമെന്നാണ് പറയുക. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗമൊന്നും വെച്ചിട്ടില്ല, നല്ല റേറ്റാണ്. മഴക്കാലമായതുകൊണ്ട് കുഴപ്പമില്ല, വേനൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ വഴിയെടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാനും വെച്ചു, ചൂട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ടെമ്പറേച്ചറൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ വാങ്ങിയതാട്ടോ ഒരെണ്ണം. 32.4 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. അത് 27-28 ആ റേഞ്ചിലേക്ക് എത്തിക്കണം. പിന്നെ 71 ഉള്ളത് 80ൻ്റെ ചൂട്, അങ്ങനെയാണ് പറയുക. നല്ല ചൂടാണ്.
ശരിക്കും കൂളിംഗ് പാഡ് അധികം പുറത്താണ് സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇവിടെ സ്ഥല സൗകര്യമില്ല, അത് കാരണം ഉള്ളിൽ കൊടുത്തതാണ്. ഇരിക്കണ വൈക്കോലൊക്കെ ആവി കയറ്റി എടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി ഒരു കൂൺ ബെഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.